കാലവർഷം ദുർബലമായതോടെ പെരിയാർ നദി അതിന്റെ നിഴലായി മാറി. ജൂൺ ആദ്യവാരം തന്നെ കരകവിയുന്ന പെരിയാർ ജൂൺ മാസം തീരാറായിട്ടും വേനൽക്കാലത്തെ അവസ്ഥയിൽ തന്നെയാണ്. ഇത് വരും കാലത്തെ വറുതിയേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജൂൺ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തീരപ്രദേശത്തെ ജലസ്രോതസ്സുകളിൽ പോലും വെള്ളമായിട്ടില്ല. മെയ് മാസത്തിന്റെ പകുതിയോടെയാണ് വേനൽ മഴ പെയ്യുകയും ഈ മഴ അവസാനിക്കും മുന്നേ കാലവർഷം എത്തുകയും ചെയ്തത്. എന്നാൽ ജൂൺ പകുതി കഴിഞ്ഞിട്ടും പെരിയാർ കാലവർഷത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവിക നീരൊഴുക്കിൽ എത്തിയിട്ടില്ല. സാധാരണ ജൂൺ 1 കാലവർഷം ആരംഭിച്ച ആദ്യവാരം തന്നെ നദി കരകവിയും. ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് ഇപ്പോൾ അതിന്റെ നിഴലായി മാറിയിരിക്കുന്നത്. പെരിയാറ്റിലെ ജലത്തിന്റെ കുറവും കാലവർഷത്തിന്റെ കുറവും കാരണം തീരദേശത്തെ കിണറുകളിലും കുളങ്ങളിലും പോലും വെള്ളം ആയിട്ടില്ല. പെരിയാർ പാറക്കെട്ടും മണൽത്തുരുത്തുമായി വേനൽക്കാലത്തെ പോലെ ഇപ്പോഴും കിടക്കുകയാണ്. തോടുപോലെ ഒഴുകുന്ന പെരിയാർ കണ്ടാൽ മുൻ തലമുറക്കാർ ആശ്ചര്യപ്പെടും. കാലാവസ്ഥ വ്യതിയാനമാണ് പെരിയാറിന്റെ നിഴലാക്കി മാറ്റിയത്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പെരിയാർ ഈ സമയത്ത് കുലംകുത്തി ഒഴുകി അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്ന വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരുന്ന ഇടുക്കി ഡാമിലെ ജലസ്രോതസ്സുകളെല്ലാം വർദ്ധിച്ച് ഡാമിൽ വെള്ളം സംഭരിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ജൂൺ മാസത്തിൽ മഴയുടെ ലഭ്യത കുറഞ്ഞുകൊണ്ട് ആശങ്ക ഉയർത്തുന്ന തരത്തിലേക്ക് ഇപ്പോൾ നമ്മുടെ മഴയുടെ കുറവ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തുടർന്നു പോയാൽ വരും നാളുകളിൽ കൃഷികളെയും കുടിവെള്ളത്തെയും നമ്മുടെ ജലവൈദ്യുത പദ്ധതികളെയും എല്ലാം അത് സാരമായി ബാധിക്കും എന്ന് മാത്രമല്ല, വരാൻ പോകുന്ന അതിഭീകരമായ ഒരു വറുതിയെ, ഒരു ഉണക്കിന്, ചൂടിനെ നമുക്ക് എങ്ങനെ നേരിടാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്. കടുത്ത വൈദ്യുത പ്രതിസന്ധിയിലേക്ക് വരെ നമ്മൾ പോവുകയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇത് വരാൻ പോകുന്ന ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞത്. അതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം നമ്മളെ തീർച്ചയായും നമുക്ക് വളരെ ഗുരുതരമാണ്. എൻ്റെ പിന്നിലൊഴുകുന്ന ഈ പെരിയാർ ഇപ്പോൾ വളരെ ശക്തമായി ഒഴുകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ആ പെരിയാർ ഇപ്പോൾ വറ്റി വരേണ്ട തുരുത്തുകൾ രൂപപ്പെട്ട് തുരുത്തുകളിൽ ചെറു ചെറു വൃക്ഷങ്ങൾ വളർന്ന് ഒരു സമതല പ്രദേശം പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുലംകുത്തി ഒഴുകേണ്ട പെരിയാർ ഇപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. കാലവർഷത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലാണ്. കാലവർഷത്തിന്റെ കുറവ് പെരിയാറിന് തിരിച്ചടി നേരിട്ടപ്പോൾ നാട്ടുകാരും ദുരിതത്തിലായി. വരും മാസങ്ങളിൽ കാലവർഷം ശക്തിപ്പെട്ടാൽ തന്നെ ഈ കുറവ് പരിഹരിക്കണമെങ്കിൽ അത് വൃഷ്ടി ഉണ്ടാവും. അത് വലിയ പ്രത്യാഘാതങ്ങൾക്കും ഇടയാകും. കാലവർഷം കുറഞ്ഞതും പെരിയാറ്റിൽ വെള്ളമില്ലാത്തതും വൈദ്യുതി ഉൽപാദനത്തെയും പ്രതിസന്ധിയിലാക്കും. ഇപ്പോൾ തന്നെ അപ്രഖ്യാപിത പവർക്കട്ട് മൂലം ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ്. കാലവർഷം ഈ നില തുടർന്നാൽ വൈദ്യുതി പ്രതിസന്ധിയും അതിരൂക്ഷമായി മാറും. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.